മഞ്ഞുകാലത്തിന്റെ മഹാഭീമൻ. ഇന്നു നാം കാണുന്ന ഭൂമി ഒരിക്കൽ മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. അത് ഐസ് ഏജ് എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം. കടുത്ത തണുപ്പ്, കാറ്റിന്റെ കുത്തൊഴുക്ക്, ജീവൻ നിലനിർത്താൻ പ്രകൃതി തന്നെയാണ് പരീക്ഷിച്ചിരുന്ന സമയം. ആ കാലത്ത് ഭൂമിയിൽ നടന്നു സഞ്ചരിച്ചിരുന്ന ഒരു മഹത്തായ ജീവി മാമത്ത്. മാമത്ത് ഇന്നത്തെ ആനകളുടെ പൂർവികൻ, പക്ഷേ വലുപ്പത്തിൽ വലിയതും തണുപ്പിനെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തതുമായ ഒരത്ഭുതം. ഇതിന്റെ ശരീരം മുഴുവൻ കട്ടിയുള്ള നീളമുള്ള രോമം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ചില രോമങ്ങൾ 1 മീറ്റർ വരെ നീളമുണ്ടായിരുന്നു. തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ 8 മുതൽ 10 സെന്റിമീറ്റർ വരെ കട്ടിയുള്ള കൊഴുപ്പു പാളി അതിന്റെ ചർമ്മത്തിനടിയിലുണ്ടായിരുന്നു. ഇന്നത്തെ ആനകളേക്കാൾ ചെറിയ ചെവികൾ. കാരണം ചെവികൾ ചെറുതായാൽ ചൂട് പുറത്തേക്ക് കുറച്ചു മാത്രം പോകും. അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം വളഞ്ഞും നീണ്ടതുമായ വൻ കൊമ്പുകൾ. ചില മാമത്തുകളുടെ കൊമ്പുകൾ 4 മീറ്റർ വരെ നീളമുണ്ടായിരുന്നു. ഈ കൊമ്പുകൾ വെറും പ്രതിരോധത്തിനല്ല, മഞ്ഞു നീക്കി താഴെയുള്ള പുല്ലുകൾ കണ്ടെത്താനും ഇവ ഉപയോഗിച്ചിരുന്നു. മാമത്തുകൾ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നില്ല, അവ കൂട്ടമായി ജീവിച്ചിരുന്നു. ഒരു മുതിർന്ന പെൺമാമത്ത് കൂട്ടത്തിന്റെ നേതാവ്. ഇവയ്ക്ക് മനുഷ്യരെ പോലെ കുടുംബ ബന്ധമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, കൂട്ടമായി സഞ്ചരിക്കുക, ഭീഷണി വരുമ്പോൾ ഒരുമിച്ച് പ്രതിരോധിക്കുക. വൂളി മാമത്ത് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമാണ് ഏറ്റവും പ്രശസ്തം. ഇവ പ്രധാനമായും സൈബീരിയ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്നു. ഇന്നുവരെ സൈബീരിയയിലെ മഞ്ഞിനടിയിൽ നിന്ന് മാമത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലത് അത്രയും നല്ല നിലയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവയുടെ രോമവും ചർമ്മവും വരെ ശാസ്ത്രജ്ഞർക്ക് പഠിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹാഭീമൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്തുകൊണ്ട്? കാലാവസ്ഥ മാറി, ഐസ് ഏജ് അവസാനിച്ചു, ഭൂമി ചൂടായി, മഞ്ഞു ഉരുകി. അതിനൊപ്പം മനുഷ്യരുടെ വേട്ടയും ശക്തമായി. ഈ 2 കാരണങ്ങളും ചേർന്നപ്പോൾ മാമത്തുകൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ശാസ്ത്രലോകം ഒരു പുതിയ ചോദ്യവുമായി മുന്നോട്ടു പോകുന്നു. മാമത്തെ വീണ്ടും ജീവിപ്പിക്കാമോ? DNA ഗവേഷണങ്ങൾ, ക്ലോണിംഗ് പരീക്ഷണങ്ങൾ. ശാസ്ത്രം വീണ്ടും ആ മഹാഭീമനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് സാധ്യമാകുമോ? അല്ലെങ്കിൽ മാമത്ത് എന്നത് ചരിത്രത്തിലെ ഒരധ്യായമായി മാത്രം തുടരുകയോ? മാമത്ത് ഭൂമിയുടെ ചരിത്രത്തിൽ പതിഞ്ഞ ഒരു മഹത്തായ അടയാളം. പ്രകൃതിയുടെ ശക്തിയും കാലത്തിന്റെ മാറ്റവും ജീവന്റെ നിസ്സാരതയും ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവി. മഞ്ഞുകാലത്തിന്റെ ആ മഹാഭീമൻ ഇന്നും നമ്മുടെ കൽപ്പനകളിൽ ജീവിക്കുന്നു.